ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ടു ഷാസി ട്രേഡ്സ്. ഇന്ന് സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ ബീഫ് കറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ആദ്യം കണ്ടു നോക്കാം. ഈ കറിക്കായിട്ട് ഞാൻ ഇപ്പം 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി 1 കിലോ ബീഫിന് 4 മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇതും ഡയറക്റ്റ് തന്നെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം ആവശ്യത്തിന്, ഈ ബീഫ് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ സവാളയും ബീഫും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. അത്രയും വെള്ളം തന്നെ മതി, കാരണം ബീഫിൽ നിന്നും വെള്ളം വരുമല്ലോ. അതുകൊണ്ട് എക്സ്ട്രാ വെള്ളം വേണ്ട, 1/2 ഗ്ലാസ് അളവിൽ വെള്ളം മാത്രം ചേർത്തിട്ട് ബീഫ് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിലും ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 7 വിസിലാണ് ഞാൻ ഇപ്പോൾ ആക്കിയിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ബീഫിനനുസരിച്ചിട്ട് വേവിച്ചിട്ടെടുക്കുക. ഇനി ഈ കറിക്ക് വേണ്ട തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കുക. അതിനായിട്ട് ഒരു കടായി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസുള്ള തേങ്ങൻ്റെ പകുതി ഭാഗമാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം, 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഈ തേങ്ങൻ്റെ ചെറുതായിട്ടൊന്ന് ഗോൾഡ് ഷെയ്ഡാകുന്ന വരെ, കളർ ചേഞ്ച് ആകുന്ന വരെ ഒന്ന് വറുത്തെടുക്കുക. കളറൊന്ന് ചേഞ്ചായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു പിടി നിറച്ചും കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കറിയിൽ വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി 1/4 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഈ നമ്മളെ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി അധികം വെള്ളം ചേർക്കാതെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ കറി ഉണ്ടാക്കുന്ന പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 കഷ്ണം ഗ്രാമ്പും ഒരു 2 കഷ്ണം പട്ടയും ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കുക. ഇനി ഈ ബീഫ് കറിക്ക് വേണ്ടിയിട്ട് 2 മീഡിയം സൈസുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്ത് തക്കാളി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. അടച്ച് വെച്ചിട്ട് വേവിക്കുമ്പോൾ തക്കാളി വേഗം ഒന്ന് ഉടഞ്ഞു കിട്ടും. ഒരു 3-4 മിനിറ്റിന് ശേഷം തക്കാളി നന്നായിട്ട് തന്നെ ഉടഞ്ഞിട്ടുണ്ടാവും. ഈ സമയം നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബീഫും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഈ സമയം കറിയിലുള്ള ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ബീഫൊന്ന് ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് തേങ്ങ അരപ്പ് ഇതിലേക്ക് ഒഴിക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട, നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ ഇത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കുക. നന്നായിട്ട് തിളച്ചിട്ട് ഈ മേൽഭാഗത്ത് ചെറിയ പത പോലെ ഉണ്ടല്ലോ, നമ്മൾ തേങ്ങ ഒഴിച്ചു കൊടുത്താണ് ആ പത പോലെ വരുന്നത്. അതൊന്ന് മാറിയിട്ട് നന്നായിട്ട് തിളച്ച് വരണം. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഈ കറി ഒന്ന് തിളപ്പിച്ചിട്ടെടുത്താൽ മതി, കാരണം ബീഫ് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതാണല്ലോ. ഇനി ഇതാ കറി റെഡിയായി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ലാസ്റ്റ് ടൈം ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിലേക്ക് മല്ലിയില വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഉള്ളത്. എന്നിട്ട് നന്നായിട്ട് തിളച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞതല്ലേ, എല്ലാവരും ഫ്രിഡ്ജിലും ബീഫൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇങ്ങനെ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊന്ന് ചൂട് മാറുമ്പം കുറച്ചും കൂടി തിക്കായിട്ട് വരും ഈ കറി. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അത്രത്തോളം ഗ്രേവി ആക്കിയിട്ട് നമുക്കിത് ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പം നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു നാടൻ കറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.